ഹലോ ഫ്രണ്ട്സ്, ഷെഫീനാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അപ്പോൾ എൻ്റെ മോളെ ഭയങ്കര ആഗ്രഹം, ഇൻസ്റ്റയിലെല്ലാം കുറേ വീഡിയോ കണ്ടിട്ട് പോലും കടലാസ് കഫേൻ്റെ ഉമ്മ എനിക്ക് എന്തായാലും കടലാസ് കഫേയിൽ പോകണം ഉമ്മ, എൻ്റെ ആഗ്രഹം ഉമ്മ. എല്ലാം ഇപ്പം ആഗ്രഹം സാധിപ്പിക്കൽ. അടുത്ത കൊല്ലം ഞാൻ 10ാം ക്ലാസ്സിലാണ് നിർത്താം. എന്തെന്നാ ചെയ്യേണ്ടത്? 10ാം ക്ലാസ്സിലൊന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഇതല്ല കഥ. അടുത്ത കൊല്ലം ഞാൻ 10ാം ക്ലാസ്സിലാന്നിട്ട് എന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഇനി ടൂറില്ല പോലും ഒന്നുമില്ല, അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുലിമാല് അങ്ങനെ ഇപ്പം പോകുന്നതാണ് കടലാസ് കഫേയില്. മക്കളെ ബീച്ച് റോഡ്, കോഴിക്കോട് ബീച്ച് റോഡാണ്. നല്ല അടിപൊളി, എന്താ പറയാ, ഷിഫ പറഞ്ഞ പോലെ കോഴിക്കോട് ഒരു വൈബന്യപ്പ. ഷിഫക്ക് ഭയങ്കര ഇഷ്ടാ കോഴിക്കോട്. യൂട്യൂബിൽ ചോദിച്ചേക്കാം. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ബീച്ചിൽ വന്നിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു അപ്പീലില്ല. അടിപൊളി ബീച്ച് കേട്ടോ. ഇതിലൂടെ ഡ്രൈവ് ചെയ്യുമ്പം തന്നെ മനസ്സിന് എന്തൊന്നില്ലാത്ത എന്താ പറയുക ഒരാനന്ദം. അധികം എവിടെയെങ്കിലും യാത്രയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇതുവഴി നമ്മൾ കടന്നു വരാറുണ്ട്. പക്ഷേങ്കിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. എന്ന് വെച്ചാൽ യാത്രാക്ഷീണം അതല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ തീരുമാനം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമേ വന്നിനി. അപ്പോൾ വൈകുന്നേരമേ വന്ന് നമുക്ക് എന്തായാലും ഈ ഒരു ബീച്ച് നല്ല രീതിയിൽ ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ തീരുമാനം. അങ്ങനെ ഞാനും മോളും കൂടിയിട്ട് കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത്, എന്ന് വെച്ചാൽ എപ്പോഴും ഏത് സമയത്തായാലും ഭയങ്കര ആളാട്ടോ ഈ ബീച്ചിൽ. ആളെന്ന് പറഞ്ഞാൽ അത്രയോ. പിന്നെ ഞാൻ ഏത് സമയത്ത് ഇതുവഴി പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഈ ഒരു ബീച്ചിൽ അത്രയും ആളാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല എന്താ പറയുക, എനിക്കല്ലെങ്കിൽ കടൽ നോക്കി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. കടൽ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അറിയാണ്ട് സാഹിത്യങ്ങളെല്ലാം വരുത്തുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളെ ഞാൻ എന്തോ ഈ കുലവുകൊണ്ട് ഞാൻ പറയൂല. പിന്നെ അങ്ങനെ കടൽ നോക്കിയിട്ട് കുറേ സമയം ഇങ്ങനെ ഇരുന്ന് ഈ ഒരു എന്താ പറയുക കടലിൻ്റെ ആ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം തന്നെയാണ്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കടൽ എന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതം തന്നെയാണ്. ഈ അത്ഭുതവും കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൂടുതൽ സമയവും ഒഴിവ് സമയം സ്പെൻഡ് ചെയ്യൽ കടൽ കാണാൻ പറ്റും. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ മാനസിക പീഡനം എല്ലാ ഉമ്മമാരെ പോലും ആക്കുമല്ല സാധാരണ. ഈ 10ലല്ലേ പഠിക്കേണ്ടത്, ഇതാകല്ല. അരക്ക് ടൂറ് വേണം. 10ാം ക്ലാസ്. കടൽ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു പാട്ട് വരുന്നുണ്ട്. പാടട്ടെ? കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കാരൽ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. അങ്ങനെ നമ്മൾ കടൽക്കരക്കുന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഷിഫൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മളെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കടലാസ് കഫേയാണ്. അപ്പോൾ അവിടെ പിന്നെ കടലൊക്കെ ആസ്വദിച്ച് ഇനി കടലാസ് കഫേയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഏത് സമയത്തും ഭയങ്കര തിരക്കുള്ളൊരു ബീച്ചാണ് കോഴിക്കോട് സൗത്ത് ബീച്ച്. അങ്ങനെ നമ്മൾ കടലാസ് കഫേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഇൻറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പം തോന്നിയത് പഴമ പ്ലസ് പുതുമ എന്നാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്ന് അവിടെ നമ്മൾ പോയാൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കടൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല കടൽ ആസ്വദിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊരു പകലാണെങ്കിൽ ഇതിനെക്കാട്ടി രസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കടൽ നല്ല രസത്തിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇതിൻ്റെ ഒരു പിന്നെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതന്നെയാണ് ഷിഫ പറയുന്നതല്ലേ. ഷിഫൻ്റെ ഭയങ്കര അഭിപ്രായം, ഭയങ്കര ആഗ്രഹമുള്ള ഒരു കഫേയാണ് പിന്നെ കടലാസ് കഫേ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ എന്ത് ഓർഡർ ചെയ്താലും നമുക്ക് നമ്മുടെ ഫോൺ നോക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഫോൺ അവിടെ നിന്ന് ഇങ്ങനെ നോക്കലാന്ന്. അപ്പോൾ
പിന്നെ ഷിഫനോട് ഞാൻ പറയാം ഇനി ഏതായാലും എൻ്റെ കടലാസ് കഫേയിലേക്ക് എത്തിപ്പോയല്ലോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്ന് വിചാരിച്ചാൽ കടൽക്കരക്കെല്ലാം പോയി ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നല്ലൊരു കോഫി കുടിക്കേണ്ട ഒരു മൂഡായിരുന്നു. അങ്ങനെ നല്ലൊരു കോഫിക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ കോഫി കുടിക്കുകയെന്ന്. ഷിഫ പറഞ്ഞത് ഓക്ക് ഓറിയോ ഷെയ്ക്കും ആണെന്ന് പറഞ്ഞത്. ഓറിയോ ഷെയ്ക്കും പ്രോൺ പാസ്തയാണ് വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഓള്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് കടലെല്ലാം കണ്ട് നമുക്ക് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ കടൽ പ്ലസ് പിന്നെ ഞാൻ പ്ലസ് കോഫി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ലൈബ്രറി ബുക്സ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പിന്നെ കഫേക്ക് നമുക്ക് അവിടെ നിന്ന് ഒരു ഏതെങ്കിലും ഒരു പുസ്തകമൊക്കെ വായിക്കാൻ നല്ല രസമുണ്ടാവും തന്നെ നമ്മളെ മനസ്സിൽ തോന്നിപ്പോന്ന്. എന്നുവെച്ചാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കടലാസ് കഫേയിൽ നിന്ന് പുറത്തിറങ്ങാന്ന്. അപ്പോൾ നമ്മുടെ കാറ് കുറച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിന്. നമ്മൾ സൗത്ത് ബീച്ചിൻ്റെ അവിടെ നിന്ന് നടന്നിട്ടിങ്ങനെ സൗത്ത് ബീച്ചിൽ തന്നെയാണ് കടലാസ് കഫേയും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നടന്നിട്ടൊന്ന് വന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് നടന്നിട്ട് പോകുമെന്ന്. അപ്പോൾ ഒരുപാട് കഫേകൾ ഇഷ്ടം പോലെ. പിന്നെ ഷിഫ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ എത്രയോ കഫേയൊന്നല്ല അവിടെ ഉള്ളത്, ഇൻസ്റ്റയിൽ കാണലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഫേ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ ഞാൻ പറഞ്ഞില്ല ഏത് സമയത്തും എത്രയാ വണ്ടികൾ എത്രയാ ആളുകൾ. ഈ ഒരു ബീച്ചിൽ എന്ന് പറഞ്ഞാൽ എനി ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രാത്രി 2 മണിക്കായാലും 3 മണിക്കായാലും ഇതേ ആൾ അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ബീച്ചാണിത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ കുറേ പിന്നെ തട്ടുകടകൾ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാനും മോളും പിന്നെ ഇങ്ങനെ അകലാപ്പുഴ പോയതായിരുന്നു. അപ്പോൾ അകലാപ്പുഴ പോയി ഒരു പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിന്. അപ്പോൾ അവിടുന്ന് പിന്നെ നേരെ നമ്മൾ കടലാസ് കഫേയിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ തട്ടുകടകൾ, നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം, എന്താ പറയുക നല്ലൊരു പ്രത്യേക വൈബ് തന്നെ. കടലിൻ്റെ എന്താ പറയുക ഒരു മനോഹാരിതയും പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള പിന്നെ തട്ടുകടകളും എല്ലാം ഒരു പ്രത്യേകതരം വൈബ് തന്നെയാണ്. ഷഹസാദിനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഓൻ ഉറപ്പായിട്ടും കളിപ്പാട്ടം എന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങിയിട്ടുണ്ടാവുകയും ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാനും മോളും അകലാപ്പുഴ പോയാലോ അങ്ങനെ വന്നതാണ്. അപ്പോൾ മറ്റേ 2 മക്കളെ കൂട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര മിസ് ചെയ്യുന്നു. എവിടെ പോയാലും ഈ 3 മക്കളെയും കൂട്ടാണ്ട് ഞാൻ പോക്കില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര മിസ്സായി. അങ്ങനെ കോഴിക്കോടിൻ്റെ മനോഹാരിത നിങ്ങളും ആസ്വദിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയെന്ന്. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞൂടെ കോഴിക്കോട് നിന്ന് മട്ടന്നൂരേക്ക് ഒരു 3 മണിക്കൂറിൻ്റെ ദൂരമുണ്ട്. ഡ്രൈവിങ് ചെയ്തിട്ട് ക്ഷീണമായി ഗായ്സ്. നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ വടകര കഴിഞ്ഞില്ല മക്കളെ. അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചായ എല്ലാം കുടിച്ചാൽ ഒരു ഉന്മേഷം വരും. അങ്ങനെ ചായ കുടിച്ച് വീണ്ടും ഡ്രൈവിങ് ആരംഭിച്ച്. വടകരയിൽ നിന്ന് 1 മണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ നമ്മളെ മട്ടന്നൂരേക്ക്. അപ്പോൾ നമ്മൾ മട്ടന്നൂരേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്.